രണ്ടാമത്തെ മഹദൂർ എവിടെ വരുമെന്നറിയോ? ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമി തീയിൽ മറ്റേ നമ്രൂദിൻ്റെ തീയിൽ കിടക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ കരിഞ്ഞോ കരിഞ്ഞില്ലേ? എന്താ ഉത്തരം? കരിഞ്ഞില്ല. അപ്പം നിങ്ങൾ ലുസൂമ് പോയി. ലുസൂമ് പിൻവലിക്കേണ്ട സാഹചര്യം വരും. ലാസിമാണെന്ന് പറഞ്ഞത് പിൻവലിക്കേണ്ട ചുറ്റുപാട് വരും. അല്ല, കരിഞ്ഞു എന്നാണ് പറയുന്നതെങ്കിൽ അല്ലാഹു തആല പറഞ്ഞത് നിഷേധിക്കലാകും. അല്ലെങ്കിൽ എന്ന് പറയും, തീ എന്ന് പറഞ്ഞാൽ അഗ്നി പരീക്ഷണങ്ങൾ എന്നാണ്, ഒറിജിനൽ തീയല്ല എന്ന് എന്താക്കണം? ഖുർആനെ വളച്ചൊടിക്കണം ഇവർക്ക് ന്യായീകരിക്കാൻ വേണ്ടിയിട്ട്. ഈ മൂന്നാലൊരു മഹദൂറിലേക്ക് എത്തിച്ചേരും. ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു കറാമത്ത് നിലക്ക് എന്താക്കി? വിഷം കുടിച്ചിട്ട് മൂപ്പർക്ക് ഒരേ എഫക്റ്റും ചെയ്തിട്ടില്ല. അപ്പം വിഷമുണ്ടെങ്കിലെല്ലാം മരണം സംഭവിക്കണ്ടേ? സംഭവിച്ചാ? അപ്പോൾ കറാമത്തിനെ തള്ളേണ്ടി വരും, മുഅ്ജിസാത്തിനെ തള്ളേണ്ടി വരും, അല്ലെങ്കിൽ ഖുർആനെ ദുർവ്യാഖ്യാനം ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ഈ വാദം പിൻവലിക്കേണ്ടി വരും. അപ്പം മൂന്നും ബാത്തിലായി. നാലാമത്തെ എന്താണ്? സബബിനെ സൃഷ്ടിച്ചതും അല്ലാഹു തആല, മുസബ്ബബിനെ സൃഷ്ടിച്ചതും അല്ലാഹു തആല, സബബും മുസബ്ബബും തമ്മിൽ ബന്ധമുണ്ടാക്കിയതും അല്ലാഹു തആല. എപ്പോഴാണോ ബന്ധം വിച്ഛേദിക്കുന്നത് അന്നേരം സബബ് വേറെ ഉണ്ടാകും, മുസബ്ബബ് വേറെ ഉണ്ടാകും. അത് നടന്നാൽ ലാസിമൊന്നുമില്ല. ഒരു സാധനം ഇത് കുപ്പിപ്പാത്രമാണ്, താലേക്ക് ഇട്ടാൽ പൊളിഞ്ഞുള്ളന്നുണ്ടോ? പൊളിഞ്ഞുള്ളന്നില്ല. അപ്പോൾ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ അവസരത്തിൽ എന്തുണ്ടായി? തീനെ സൃഷ്ടിച്ചതും അല്ലാഹു തആല, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ സൃഷ്ടിച്ചതും അല്ലാഹു തആല. തീയിൽ നമുക്ക് ചില ഉപകാരം എടുക്കാൻ വേണ്ടി ഇഹ്റാഖ് എന്നതുണ്ട്. നമുക്ക് ഭക്ഷണം പാചകം ചെയ്യാനും ചില ആവശ്യങ്ങൾക്ക് കൊണ്ട് എന്താക്കും? ഇന്തിഫായിന് വേണ്ടിയാണ് എന്താക്കിയത്? ഇഹ്റാഖ്. അതിനുള്ള ഒരു സ്വഭാവം. ഇത് സൃഷ്ടിച്ചതും അല്ലാഹു തആല. ചിലപ്പോൾ എന്താകും? തീയാടുണ്ടാകും, ഈ സ്വഭാവം എടുത്തു കളയും, ഇഹ്റാഖ് ഉണ്ടാവില്ല. മരുന്നിൽ അല്ലാഹു തആല എന്താക്കും? നമുക്ക് ഷിഫാക്ക് സബബ് വെച്ചിട്ടുണ്ട്, ഷിഫാൻ അല്ലാഹു തആല പിൻവലിച്ചു കളയും. അപ്പം നിങ്ങൾ കൊട്ടക്കണക്കിന് മരുന്ന് കുടിച്ചു ഫാർമസി മുഴുവനും അകത്താക്കിയാലും രോഗം മാറിക്കൊള്ളണമെന്നില്ല. ഇത് മനസ്സിലാക്കിയാ? അപ്പം എന്താ വട്ടാ ഉള്ളി തത്തുള്ളത്? ഓരോ സെക്കൻഡ് സമയത്തും ഇതിൽ കൂടി എത്ര അളവ് എന്തെല്ലാം നേട്ടങ്ങൾ കിട്ടണമെന്ന് അള്ളാഹുവിൻ്റെ തീരുമാനമനുസരിച്ച് അപ്പപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതെപ്പോഴാണോ അല്ലാഹു തആല എങ്കിത്താക്കുന്നത് സാധനം അതുണ്ടാകും, ഇത് വേറെയും കിടക്കും. ഈ ഒരു പോയിന്റ് മാത്രമേ ഹക്കുള്ളൂ. ഇതാണ് നമ്മൾ അയിമത്ത് കിതാബിലാകെ മുട്ടി ഉറപ്പിച്ചത്. അപ്പം സെയ്ദിൻ്റെ വക്കൽ നിന്നൊരു കാര്യം കിട്ടണമെങ്കിൽ അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ടാകും, ഇന്നാരുന്ന സെയ്ദിൻ്റെ വക്കൽ നിന്ന് ഇന്ന അവസരത്തിൽ ഇന്ന ഉപകാരം ഇത്ര അളവ് ഇവന് കിട്ടാനുണ്ട് എന്ന് മാത്രം. അത് സെയ്ദിന് അള്ളാഹു തആല തോന്നിപ്പിച്ചിട്ടില്ലെങ്കിൽ ഓടാന്നുണ്ടോ നാട്ടി ഒരു സഹായം കിട്ടൂല. അപ്പോൾ എന്തിലാണ് നമ്മളെ സബബ് വെച്ചത് നമുക്കറിയില്ല. അതുകൊണ്ടാണ് അല്ലാഹുമ്മ ഹയ്യിഅ ലനാ സബബൻ ലാ നസ്തതിഉ ലഹു തലബാ. എന്തിലാണ് സബബ് നമുക്ക് അറിഞ്ഞുകൂടാ, എനിക്ക് പറ്റി പോകാനൊന്നും കഴിയൂല. ആവശ്യമായ സബബ് തന്നെ നീ ഉണ്ടാക്കി തന്ന സബബ് വേണമെങ്കിൽ അല്ലേ നീ തന്നെ കൈകാര്യം ചെയ്തോ. ഇത് ഹയ്യ എന്ന് ചൊരുക്കി തരിക, സജ്ജമാക്കി തരിക. അപ്പം എല്ലാത്തിൻ്റെ മുഅസ്സിർ അല്ലാഹു തആല. ആ തൗഹീദിൽ അങ്ങ് നിൽക്ക്. അപ്പം രണ്ടായില്ലേ? മൂന്നാമത്തേത് ഇത്തിമാദ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സാധനത്തിൻ്റെ വെയിറ്റ് മറ്റൊന്നിൻ്റെ നമ്മൾ കയറ്റി വെക്കലാകും. അതുപോലെ ഈ കയറ്റി ഇത് നോക്കും, ഈ സാധനത്തിൻ്റെ